വെള്ളം കൂടുന്നില്ല. മഴ കുറച്ച് സമയമായിട്ട് ഒരു 10-15 മിനിറ്റായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ വെള്ളം കൂടുന്നില്ല. ഇതിലധികം വെള്ളം നേരത്തെ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ പാലത്തിൽ ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് കാണാം. ഇതിന്റെയൊക്കെ മടങ്ങോളം ഒരു ഇരട്ടിയോളം വെള്ളം ഇതിന് മുകളിലൂടെ ഒഴുകിയിരുന്നു എന്നതാണ്. അപ്പോൾ തന്നെ മണ്ണും കല്ലും ഒക്കെ ഈ ശക്തമായ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പാലത്തിന്റെ ഈ സ്റ്റാൻഡ് മറിഞ്ഞു വീണത്. അതായത് ഈ ബെയിലി പാലത്തിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള താൽക്കാലിക പാലം. എല്ലാ ആവശ്യങ്ങൾക്കും ബെയിലിപ്പാലം നിർമ്മിക്കുന്നതിന് മുൻപ് താൽക്കാലികമായി നിർമ്മിച്ച പാലമാണ്. അപ്പുറത്തേക്ക് മറുകര കടക്കുന്നതിന് വേണ്ടി നടന്നു പോകുന്ന ആവശ്യത്തിനൊക്കെയായി ആ പാലം അഴിച്ചു മാറ്റുന്നതിനുള്ള ആലോചനയാണ് ഇന്ന് രാവിലേക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒഴിവാക്കിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഉച്ചതിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ശക്തമായ മഴയിൽ ആ പാലം മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അതിന്റെ സ്റ്റാൻഡുകളാണ് മറിഞ്ഞു വിടുന്നത്, മണ്ണ് ഒഴുകിപ്പോയതിനെ തുടർന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു കരയിൽ അത് ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഉള്ളത്. ഈ മഴ മാറിയ സമയത്താണ് കന്നുകാലിക്കൂട്ടം അങ്ങോട്ടേക്ക് വരുന്നത്. പുഴ മറികടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കുറെ പശുക്കൾ ബെയിലി പാലത്തിന് മുകളിൽ കൂടെ തന്നെയാണ് ഇക്കരയിലേക്ക് വന്നതെന്നാണ്. പക്ഷെ കൂട്ടത്തിൽ ഒരു പശുവാണ് ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. അത് ഈ വിധത്തിൽ ഒഴുക്കിൽപ്പെട്ടു. അതിന് പിന്നാലെ ഒരു ക്രാവ് കൂടി ഇറങ്ങി. ക്രാവ് കുറച്ചും കൂടെ ദൂരത്തിലേക്ക് ഒഴുകിപ്പോയി അതിന് മറുകരയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ്. അത് സുരക്ഷിതമായി തന്നെ അപ്പുറത്തെ കരയിലുണ്ട്. ഈ പശുവിനെ ഏതായാലും തീരത്തേക്ക് കരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ ഏറ്റവും മുൻപിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ വടം കെട്ടിയാണ് ഈ പശുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു യന്ത്രം കൂടി ആ സ്ഥലത്തേക്ക് അവരെ എത്തിച്ചിരിക്കുകയാണ്. ഏതുവിധേനയും പശുവിനെ കഴിവതും വേഗത്തിൽ കരയിലേക്ക് കൊണ്ടുവരാനുള്ള കഠിന പ്രയത്നം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുത്തൊഴുക്കിനെ വകവെക്കാതെയാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ആ പശുവിനെ രക്ഷപ്പെടുത്താനുള്ള കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് കൂടുതൽ ഒഴുകി പോകാതെ കഴുത്തിൽ കുരുക്കിട്ട് നിർത്താൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷേ വലിച്ച് കരയിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല. പശു ഇടയ്ക്ക് കുറയുന്നൊക്കെയുണ്ട്. അപ്പോ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ ഈ കൊമ്പ് മറ്റോ കൊണ്ട് അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടാണ് ഏതായാലും നിലവിൽ അതിനെ ഈ കരയിലേക്ക് കയറ്റുന്നതിനുള്ള കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവിഷ, ഇത് എന്താണ്, എന്തോ ഉടക്കിയിട്ടുണ്ടോ? അപ്പൊ അതെന്തെങ്കിലും മുറിക്കാൻ വല്ലതും ആണോ? ഇത് എന്താ യന്ത്രം? പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പെട്ടെന്ന് മറുകരയിലുണ്ടായിരുന്ന പശുക്കൾ ഇങ്ങോട്ടേക്ക് വന്നു. അതിലൊരു കിടാവ് പെട്ടെന്ന് കുറച്ച് ഒഴുക്കുണ്ടായിരുന്നെങ്കിലും അതിനെ മറികടന്ന് ഇപ്പുറത്തേക്ക് കയറി. പക്ഷേ ഒരു പശു കുടുങ്ങി പോവുകയായിരുന്നു. എന്തായാലും അതിനെ കയറിട്ട് തൽക്കാലം രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ കനത്ത ഒഴുക്ക് പശു വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട്. കാരണം എൻ്റെ മുഖത്തേക്കൊക്കെ വെള്ളം അടിച്ചു കയറുന്നുണ്ട്. പരമാവധി അതും തല ഉയർത്തി നിൽക്കുന്നു. രക്ഷപ്പെടുത്താനുള്ള ഒരു തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകിപ്പോകാതെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ അവിടെ നിന്ന് കയറ്റുക എന്നത് വലിയൊരു പണിയാണ്. കാരണം ആ പാലം തകർന്നു പോയതാണ് ഈ അപ്പോൾ നിലവിലെന്തോ എന്താണ് അവർ ചെയ്യുന്നത് നമുക്ക് വ്യക്തതയില്ലാതെ. രാഹുൽ, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പക്ഷെ അതായത് ഈ പശുവിന്റെ കാല് അത് ഈ പാലത്തിന്റെ ഭാഗത്തിൽ എവിടെയോ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് അത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. അവര് വലിക്കുന്നുണ്ട് അതിനെ കരയിലേക്ക് കയറ്റുന്നതിന് വേണ്ടി. പക്ഷെ പിൻഭാഗത്തെ കാല് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് ആ കുടുങ്ങിയ സ്ഥലത്തു നിന്ന് അഴിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ കാല് അഴിച്ചു മാറ്റിയാൽ മാത്രമേ പശുവിനെ കരയിലേക്ക് കയറ്റാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവര് വളരെ കരുതലോടുകൂടിയാണ് അതായത് പശുവിനെ കരയിലേക്ക് കയറ്റി. അതായത് കാല് കുടുങ്ങിപ്പോയതാണ് കേട്ടോ. പുറകിലെ പിൻകാല് കുടുങ്ങിപ്പോയതാണ്. അപ്പോ അതും കൂടെ വളരെ കരുതലോടുകൂടി ഒരു യന്ത്രം കൊണ്ടുവന്ന് അതുകൂടെ ശരിയാക്കി പശുവിനെ ഏതായാലും കഠിന പ്രയത്നത്തിനൊടുവിൽ സുരക്ഷിതമായി കരയിലേക്ക് കയറ്റി എന്നതാണ്. ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും കൈകൾ കോർത്ത് ഉദ്യോഗസ്ഥനൊക്കെ കണ്ടില്ല ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വടം ഉപയോഗിച്ച് പരസ്പരം ബന്ധിച്ചുകൊണ്ടാണ് അവരിറങ്ങിയത്. ഈ പാലം തകർന്ന് ആ സ്റ്റാൻഡ് മറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞിരുന്നില്ല. ആ സ്റ്റാൻഡിന്റെ പാവം അനങ്ങാതെ നിൽക്കുന്നുണ്ട്. പാവം രാഹുലെ, ഒരു ബഹളം ഉണ്ടാക്കാതെ നിൽക്കുന്നു. അതും വല്ലാതെ ഭയന്ന് പോയി കാണണല്ലോ. കാരണം ഒഴുക്കിനെ വലിയ ശക്തമായ ഒഴുക്കായിരുന്നു. എന്തായാലും ഭാഗ്യത്തിൽ വേഗത്തിൽ തന്നെ എല്ലാവരും ശക്തമായ ഇടപെടലുണ്ടായി. ആ
കനത്ത ഒഴുക്കിനെയും വകവയ്ക്കാതെ തന്നെ കൃത്യമായി തന്നെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റി. കാല് ആ തകർന്നുപോയ പാലത്തിൻ്റെ എവിടെയോ ഭാഗത്ത് അതിൻ്റെ പിൻകാലുകൾ ഉടക്കിയതാണെന്ന് തോന്നുന്നു. അതിന് കയറിപ്പോരാൻ ബുദ്ധിമുട്ട്. പക്ഷെ അത് നമ്മുടെ ഫയർഫോഴ്സിലെ പ്രഗത്ഭരായ ആളുകൾ അത് വേഗത്തിൽ അതിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കയറ്റി. രാവിലെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു കാഴ്ച അല്ലേ രാഹുൽ? ഇപ്പോൾ കുറേ ദിവസം മുണ്ടക്കയിൽ നമ്മൾ കാണുന്നത് മരവിപ്പ് നിറഞ്ഞ കാഴ്ചകളാണെങ്കിൽ ഒരു ജീവനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ആശ്വാസം അല്ലേ? പറഞ്ഞാൽ മതിയോ? അത് ഒരു തവണ ഒന്നും പറഞ്ഞാൽ പോരാ. അതെ, ഇതിപ്പോ അവനെ കരയിൽ കയറ്റിയിട്ട് അവര് തലോടുകയാണ്, പശുവിന്റെ തലോടുന്നതാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അപ്പോ വളരെ ആശ്വാസം, സന്തോഷമൊക്കെ തോന്നുകയാണ്. ഇങ്ങനെ അപകടത്തിൽപ്പെട്ട ഒരു ജീവനെ സുരക്ഷിതമായി കരയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമത്തിലൂടെ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസവും സന്തോഷമൊക്കെ തോന്നുകയാണ്. കാരണം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ ശക്തമായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്, അപ്പോൾ അതൊക്കെ ചിത്രീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പശു ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ ഒഴുക്കിലേക്ക് പെടുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അത് വന്ന് കുറെ പശുക്കൾ ഉണ്ടായിരുന്നു. അതിൽ കൂട്ടം കുറെ എണ്ണം ഈ ബെയിലി പാലത്തിലൂടെ തന്നെയാണ് നടന്ന് മറുകരയിലേക്ക് വന്നത്. പക്ഷെ ഈ ഒന്നാണ് വെള്ളത്തിലൂടെ നീന്തി മറുകരയിലേക്ക് വരാൻ ആദ്യം ഇറങ്ങിയ പശു വന്നത്. പക്ഷെ ഒഴുക്കിൽപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും അതിനെ സുരക്ഷിതമായി തന്നെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതാണ്. വളരെ പാടുപെട്ടുകൊണ്ടാണ് അതിനെ കരയിലേക്ക് ഏതായാലും ഇപ്പോൾ സുരക്ഷിതമായി കയറ്റാൻ കഴിഞ്ഞത്. കാരണം ഒഴുക്കിൽ ഇറങ്ങുക എന്നത് അസാധ്യമാണ്. ഇപ്പോൾ പറഞ്ഞോളൂ രാഹുൽ, ഇതിന്റെ ഉടമസ്ഥരുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരിക്കും അല്ലേ സത്യത്തിൽ? ചുരൽമലയിലാണ് ഒഴുക്കിൽപ്പെട്ട പശുവിനെ സാഹസികമായി തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒപ്പം തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും കൂടെ ചേർന്ന് രക്ഷപ്പെടുത്തിയെടുത്തത്. അതായത് ഈ ബെയിലിപ്പാലം നിർമ്മിക്കുന്നതിന് മുൻപ് ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യത്തിന് വേണ്ടി നിർമ്മിച്ചൊരു താൽക്കാലിക പാലമുണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ആലോചന നടക്കുന്നതിനിടെയാണ് പെട്ടെന്ന് മഴ കനത്തതും. ഒരു ഭാഗത്ത് കാണുന്നത് നേരത്തെ ഒഴുക്കിൽ പെട്ട് അതിനെ അതിജീവിച്ച് കരക്കേറിയ ഒരു കിടാവാണ്. പക്ഷെ അതിന് പിന്നാലെ വന്ന ഈ വലിയ പശു അതാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിന് പ്രധാനമായും കുടുങ്ങിപ്പോയതാണ് സത്യത്തിൽ. അല്ലെങ്കിൽ അതും ഒരുപക്ഷെ കരയ്ക്ക് കയറുമായിരുന്നു എന്ന് തോന്നുന്നു. ആ പാലത്തിൻ്റെ ഏതോ ഭാഗത്ത് അതിൻ്റെ കാല് ഉടക്കിപ്പോയതാണ്. എന്തായാലും നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് വളരെ സാഹസികമായി തന്നെ അതിനെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റി എന്നത് വലിയ ആശ്വാസത്തിൻ്റെ ഒരു കാഴ്ചയാണ്. കാരണം മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ ഇത്രയും ദിവസങ്ങളായി മനസ്സാകെ മരവിച്ചു പോകുന്ന, സങ്കടപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിജീവനത്തിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ പോലും അവിടുത്തെ കാഴ്ചകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നതുമായിരുന്നു. പക്ഷേ ഒരു ജീവനെ തിരിച്ചു പിടിക്കുന്ന കാഴ്ച തീർച്ചയായും അത് ചൂരൽമലയിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു ആശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായ ഒരു രക്ഷപ്പെടലായി മാറട്ടെ. അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിതങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അതിനുള്ള ഒരു പ്രേരണ കൂടിയായി മാറട്ടെ എന്നൊക്കെ നമുക്ക് ആശിക്കാം. തീർച്ചയായും എന്തായാലും ഒരു ജീവനാണ്. അതിനെ കൈവിട്ട് കളയാതെ വളരെ സാഹസികമായി തന്നെ നമ്മുടെ സേനാംഗങ്ങൾ അതിനെ തിരിച്ചു പിടിച്ചു എന്നത് വലിയ ഈ മുണ്ടക്കയിലെയും ചുരൽമലയിലും ഒക്കെ സങ്കടക്കാഴ്ചകൾക്കിടയിലും നമുക്കൊരു ആശ്വാസവും പ്രതീക്ഷയും പകരുന്ന ഒരു നിമിഷമാണ്. കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഈ പശു ഒഴുക്കിൽപ്പെടുകയും നേരത്തെ മഴ മൂലം ഇന്നും തിരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ മൂലം നേരത്തെ നിർത്തിവെക്കേണ്ടി വന്നു. കനത്ത മഴയാണ്. അപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്ന പുഴയാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അതിശക്തമായ മഴയിൽ കനത്ത ഒഴുക്ക് അവിടെ ഉണ്ടായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ പല സൈഡുകളിലും ഈ ദുരന്തമുണ്ടായ പല മേഖലകളിലും സൈഡ് ഭാഗങ്ങളൊക്കെ ഇടിയാനുള്ള സാധ്യതകൾ നമ്മളവിടെ നടക്കുമ്പോൾ തന്നെ ഒരു ദിവസം കാണുന്നതല്ല, അടുത്ത ദിവസം ചെല്ലുമ്പോൾ കൂടുതൽ ഭാഗങ്ങളൊക്കെ സൈഡിൽ നിന്ന് ഇടിഞ്ഞു വീണതായി കണ്ടിരുന്നു. ഇതേപോലെ കുത്തൊഴുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ ഈ തെരച്ചിലിനൊക്കെ എത്തുന്നവർ കൂടി വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ആ ദൗത്യത്തിലും ഏർപ്പെടുക എന്നതാണ്. കാരണം വലിയ സങ്കടത്തിൻ്റെ കാഴ്ചകൾ കണ്ടതാണ്. ഇനി ഒരു തരത്തിലുള്ള അപകടങ്ങളും അവിടെ ആവർത്തിക്കാതിരിക്കുക എന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അതും കൈകാര്യം ചെയ്യണം. എന്തായാലും പശുവിനെ തിരിച്ച് കയറ്റി അതിനെ കരയ്ക്ക് കയറ്റി